കുഴക്കണ്ട പരത്തണ്ട എത്ര ഈസി ഉണ്ടാക്കാൻ വേണ്ടി. അതെ, കുഴക്കാതെയും പരത്താതെയും ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും കഴിക്കാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി റെസിപ്പി കണ്ടു നോക്കാം. ഇത് കഴിക്കാൻ പ്രത്യേകിച്ച് കറികളുടെ ആവശ്യവും ഇല്ല. ഇതിനു വേണ്ടി 1 കപ്പ് ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നിറയെ പഞ്ചസാരയും കൂടി ഇടുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പും കൂടിയിട്ട് ഇത് സ്പൂണ് കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയും ഉപ്പും എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. പൊടിയെടുത്ത അതേ കപ്പിൽ 1 കപ്പ് വെള്ളമാണ് ഇതിന് വേണ്ടത്. ഇത് ചൂടുവെള്ളമല്ല, പച്ചവെള്ളം തന്നെയാണ്. വെള്ളം മുഴുവനും ഒന്നിച്ചൊഴിക്കാതെ കുറേശ്ശെ ഒഴിച്ച് ഇത് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളില്ലാതെ എളുപ്പത്തിൽ കുഴച്ചെടുക്കാൻ വേണ്ടിയാണ് ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുന്നത്. മുഴുവൻ വെള്ളം ഒരേ സമയം ഒഴിക്കുമ്പോൾ ഇത് കുഴച്ചെടുക്കുമ്പോൾ കട്ടകളായിപ്പോൾ പിന്നെ അത് ഉടച്ചെടുക്കാൻ കുറച്ച് സമയമെടുക്കും. ഇതിപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ മാവ് കലക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുക്കിംഗ് ഓയിലും കൂടി ഒഴിച്ച് ഒന്നുകൂടി ഇത് നന്നായി കലക്കിയെടുക്കണം. നന്നായി കലക്കിയെടുത്താൽ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനെടുത്തത് 1.5 ടേബിൾ സ്പൂൺ തേങ്ങയാണ്. തേങ്ങ കൂടുതലിടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇതേപോലെ കലക്കിയെടുത്തതിന് ശേഷം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം തന്നെ ഇത് ചുട്ടെടുക്കാൻ പറ്റും. അതുകൊണ്ട് നന്നായി അടിച്ച് കലക്കിയെടുത്താൽ മതി. അപ്പം മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഈ ഒരു പാകത്തിലാണ് ഇത് കലക്കിയെടുക്കേണ്ടത്. ഇനി ഇത് ചുട്ടെടുക്കാം. അധികം കട്ടിയും വേണ്ട, അധികം വലിപ്പവും വേണ്ട. ഈ ഒരു പാകത്തിൽ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കട്ടിക്ക് തന്നെയാണുള്ളത്. ഇനി ഇതൊരു 10 സെക്കൻഡ് അടച്ചു വെക്കാം. മാവ് ഒഴിക്കുന്ന സമയത്ത് കല്ല് നല്ല ചൂടുണ്ടായിരിക്കണം. പിന്നെ അത് മീഡിയത്തിലിട്ടാൽ മതി. മേൽഭാഗം ഇതേപോലെ വെന്ത് വരുമ്പം ഇത് തിരിച്ചിടാം. തിരിച്ചിട്ട് 10 സെക്കൻഡ് അനക്കാതെ വെച്ച് വീണ്ടും തിരിച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ പൊങ്ങി വരും. ഇത് ചപ്പാത്തിയൊന്നും ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയില്ല. ചപ്പാത്തി പരത്തിയെടുക്കാൻ എനിക്കറിയില്ല. ഒന്നുകിൽ പരത്തിയെടുത്താൽ ഷേപ്പ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് കല്ലിലൊക്കെ പറ്റി എന്തൊക്കെയോ ആയിപ്പോവും. എന്നെപ്പോലെ ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഇതേപോലെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. ചപ്പാത്തിനേക്കാളും നല്ല സോഫ്റ്റും കൂടിയായിരിക്കും ഇത്. ഇതേപോലെ ഉണ്ടാക്കിയാൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയെ പോലെ ഹാർഡും ആയിരിക്കില്ല, നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതുപോലെ വേണ്ട, സാധാരണ ദോശ പോലെ വേണ്ടെങ്കിൽ അതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതേപോലെ കുറച്ച് മാവെടുത്ത് കട്ടിയില്ലാതെ വലുതായി പരത്തിയെടുത്താൽ മതി. മേൽഭാഗം വെന്ത് വരുമ്പം ഇതിൻ്റെ മേലെ നെയ്യോ ബട്ടറോ കുറച്ചൊന്ന് തടവി കൊടുത്തിട്ട് തിരിച്ചിട്ട് ഇത് നന്നായി മൊരിയിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതും കഴിക്കാൻ വേണ്ടി. വൈകുന്നേരത്തെ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഇത് നല്ലതായിരിക്കും. നമുക്കിത് ഏത് തരത്തിൽ വേണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ദോശ പോലെ പരത്തിയെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി. ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുത്താലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി ഇത് പൊട്ടിച്ചും കൂടി കാണിച്ചു തരാം. എന്നെപ്പോലെ ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയാത്തവർക്കുള്ള ഒരു എളുപ്പ വഴിയാണിത്. കുഴക്കാനും പരത്താനും മടിയുള്ളവർക്കുള്ള ഒരു സൂത്രപ്പണി കൂടിയാണിത്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി ഇത് പൊട്ടിച്ചും കൂടി കാണിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും കറികളില്ലാതെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം റെഡിയായി. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.